എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇപ്പം മഴയൊക്കെ മാറിക്കഴിഞ്ഞ് എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കൊന്നും വേണ്ട. ഇനി മഴകളൊക്കെ വരുന്നുണ്ട്. മഴയൊക്കെ വരുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് ഇങ്ങനൊരു ടിപ്സൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മിക്കവർക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ടുള്ളൊരു ടിപ്സാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമൊക്കെ ഒരു വലിയ ന്യൂനമർദ്ദമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ജൂൺ മാസത്തിലെ മഴക്കാലങ്ങളൊക്കെ ഇങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോയി തുടങ്ങി. മഴവെള്ളം കണ്ടാൽ ചവിട്ടാത്ത കുഞ്ഞുങ്ങളില്ല, വലിയവരും ചവിട്ടും. ഞാനാണെങ്കിലും മഴവെള്ളമൊക്കെ കണ്ട് അതിലൊന്നും കാലി ചവിട്ടാതെ ഞാൻ പോകത്തില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് മഴയത്ത് നനഞ്ഞ് നടക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുപോലെയാണ് മിക്കവർക്കും. നമുക്ക് മഴ അങ്ങോട്ടൊന്ന് പനി പിടിക്കുമെന്നോ ഒന്നും നമ്മളെന്തിനും ചിന്തിക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ വിട്ടിരുന്ന കുഞ്ഞുങ്ങളാണേലും വലിയവരാണേലും ചിലപ്പോൾ വരുന്ന വഴിക്കൊക്കെ വെള്ളക്കെട്ടൊക്കെ കാണും. അതിനകത്തൊക്കെ ചവിട്ടിയൊക്കെ ആയിരിക്കും വരാമെന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെ അപൂർവം ചിലർക്കൊക്കെ ആയിട്ട്, അപൂർവമല്ല മിക്കവർക്കും ഉണ്ടാകാറുണ്ട്, കാലിൻ്റെ വിരലെല്ലാം അങ്ങ് ചൊറിഞ്ഞ് പൊട്ടുന്ന പോലത്തെ ഒരവസ്ഥ വരുന്നുണ്ട്. പിന്നെ കാല് കുഴിനഖമുള്ളവർക്കും അങ്ങനെയുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ്. അപ്പം കാല് ചൊറിഞ്ഞൊക്കെ പൊട്ടുന്നതിന് നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നാരങ്ങ എടുക്കുക. അത് പകുതി നാരങ്ങ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പക്കാരം എന്നൊക്കെ പറയത്തില്ലേ, സോഡാപ്പൊടി, അതാണ് സംഭവം. ആ സോഡാപ്പൊടി ഒരു 1/2 സ്പൂൺ ഇടുക. ഒരു 1/2 നാരങ്ങ മുറിച്ചിട്ട് അതിനകത്ത് 1/2 സ്പൂണ് സോഡാപ്പൊടി. അപ്പോൾ അത് നല്ലപോലെ പതഞ്ഞ് വരും കേട്ടോ. അത് കണ്ട് ഇതൊന്നും ആകാൻ വേണ്ട. അത് അതിൻ്റെ ഒരു തമ്മി ഒന്ന് മിക്സ് ആകുന്നതിൻ്റെ ഇതാണ് സോഡാപ്പൊടി നാരങ്ങ കൂടെ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഈ ഒരു പിഴിഞ്ഞെടുത്ത് നാരങ്ങ തൊഴിലെ അത് കളയണ്ട കേട്ടോ. അത് അതിനകത്ത് മുക്കി നമ്മുടെ നഖത്തേലും വിരലിൻ്റെ ഇടയ്ക്കും എല്ലാം നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കുക. നല്ലപോലെ ഉരച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഈ ഇങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ ചവിട്ടി വന്ന ഫംഗസൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇതുകൊണ്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ കുഴിനഖം ഉള്ളവർക്ക് എത്ര പഴകിയ കുഴിനഖമാണെങ്കിലും ആ നഖത്തിൻ്റെ ഇടയ്ക്കേക്ക് നമ്മളിത് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുഴിനഖം മാറി നഖം നല്ല ഇതായിട്ട് വരും. ആ ഒരു കുഴിനഖം ഉള്ളവർക്കൊക്കെ നഖം കിളുത്ത് വരുമ്പോൾ തന്നെ ഒരു വേദനയുണ്ട്, സൈഡിലൊക്കെ വേദന എടുക്കാറുണ്ട്. അതൊക്കെ നമുക്കങ്ങ് മാറിക്കിട്ടും. ആ കുഴിനഖത്തിന് അല്ലേ തന്നെ ഒരു വേദനയുണ്ട്. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളവും കൂടെ ഒക്കെ വീണ് കഴിയുമ്പോൾ പറയുകയും കൂടെ ചെയ്യണ്ട കുഴിനഖത്തിന്. അത് നമ്മുടെ കയ്യിലാണെങ്കിലും കുഴിനഖം ചിലർക്ക് വരാറുണ്ട്. അതും നല്ല വേദനയാണ്. കയ്യിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെപ്പോഴും ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ കുഴിനഖമൊക്കെ വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇതങ്ങ് ചെയ്തേക്കാം. നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അങ്ങനെ കാലിൽ ചൊറിച്ചിലും കാര്യങ്ങളും എല്ലാം പോകും. അതുപോലെ തന്നെ നല്ല ഉപ്പ് വെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പോ അല്ലെങ്കിൽ ഡെറ്റോളോ ഒഴിച്ചിട്ട് അതിലൊന്ന് കാലിറക്കി വെക്കുക. കാലിറക്കി വെച്ച് ഒരു 10-15 മിനിറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് സമയം ചിലവാക്കിയാൽ മതി. എടുത്ത് വെച്ച് കാല് നല്ലപോലെ തുടയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചൊറിച്ചിൽ ഇങ്ങനെ പിന്നെയും ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ജെൻഡാലിൻ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റ് മേടിക്കാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറിലൊക്കെ. അത് ഇങ്ങനെ ഈ കാലിനൊക്കെ വെള്ളത്തിലൊക്കെ കൊണ്ട് ചൊറിച്ചിൽ വരുന്നതിന് മാത്രമല്ല കേട്ടോ. അല്ലാതെ നമുക്കൊക്കെ എന്നതിലൊക്കെ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇലാസ്റ്റിക്കിന് ഇതൊക്കെ പറ്റാറുമ്പോൾ ചൊറിച്ചിലൊക്കെ വരുന്നില്ല. അങ്ങനെയുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ജെൻഡാൽ പ്ലസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. മേടിക്കാനായിട്ട് ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാലിൽ ചൊറിച്ചിൽ പോകുന്നില്ലെങ്കിൽ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. അത് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതൊന്നുമല്ല. ആ ഓയിൽമെൻറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഓയിൽമെൻറ്റാണ്. അത് ചൊറിച്ചിലൊക്കെ വരുന്നതിന് നല്ല മാറ്റം വരുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഓയിൽമെൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ കാലിനുള്ള ചൊറിച്ചിലോ ഒന്നും അങ്ങനെ വരത്തില്ല. പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയാലൊന്നും നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്നൊന്നും നമ്മുടെ കാലിന് ഒരുപ്പെട്ട അസുഖങ്ങളൊന്നും കയറി പിടിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഉപകാരമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടെ എടുത്ത് നമുക്ക് വീഡിയോയൊക്കെ അവസാനിപ്പിക്കാതെ. നല്ല വെയിലാണ്, നീലാകാശമൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. മഴയൊക്കെ മാറി എന്നാണ് തോന്നുന്നത്. നല്ല ഇതായിട്ട് നിൽക്കുന്നു, അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഞാൻ ഇനി അടുക്കളയിലോട്ട് കയറട്ടെ, കറി വല്ലതും വെക്കട്ടെ. മാങ്ങാപ്പഴം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ചെത്തിയാലോ? എനിക്ക് കറി എല്ലാം വെച്ചിട്ട് ചെത്താം. അതാണ് ഇപ്പം ചെത്താൻ സമയമില്ല, കറി വെക്കണം. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായി, 350 രൂപയായി വെളിച്ചെണ്ണയ്ക്കൊക്കെ. ദൈവമേ, ഇനി എങ്ങനെ വെള്ളമൊക്കെ തിന്നു. തേങ്ങ എടുത്തോ, പൊട്ടിച്ചെടുക്കാം. തേങ്ങയൊക്കെ എടുത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. വെട്ടം അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ ഇതിനകത്ത്. ഇപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പടവലങ്ങ തോരൻ വെക്കാനായിട്ട്
എല്ലാം നേരത്തെ അരിഞ്ഞ് എല്ലാം വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒത്തിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല കറിയൊക്കെ വെക്കാനായിട്ട്. രാവിലെ ഇന്ന് ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോൾ അതിനുള്ളതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൂടെ തന്നെ ചോറുള്ളതും കൂടെ അരിഞ്ഞ് വെച്ചു. പിന്നെ എടുക്കാനുള്ളത് ചേന മെഴുക്കുവരട്ടിയാണ്. ചേന മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ചേന മെഴുക്കുവരട്ടിക്ക് മുളകും ഒന്നും ചേർക്കത്തില്ല. ഉപ്പ് ചേർത്ത് ചേന വേവിക്കുക, എന്നിട്ട് എണ്ണയിൽ നല്ലപോലെ വറുത്തെടുക്കുക. അതാണ് ഇവിടെ എല്ലാവർക്കും ചേന മെഴുക്കുവരട്ടി ഇഷ്ടം. മീൻ വറുക്കാനായിട്ടിട്ടു. പിന്നെ നമ്മുടെ ചേന മെഴുക്കുവരട്ടിക്കുള്ളത് ചേന മെഴുക്കുവരട്ടി വെക്കുകയാണ്. ഉച്ചക്കത്തേക്കുള്ള കറി സാമ്പാർ ഇരിപ്പുണ്ട്. തോരൻ റെഡിയായി. പിന്നെ മീൻ വറുത്തോണ്ടിരിക്കുന്നു. ചേന തന്നെ ഇങ്ങനെ ഞാൻ പറയും, ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേന മെഴുക്കുവരട്ടി സെറ്റായി. വേറൊന്നും ഇതിനകത്ത് ചേർക്കില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ. എനിക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ അച്ചു ഇവിടെ ഇരിപ്പുണ്ട്. കണ്ണൻ ഏതിനാണ് ചേർന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തേക്കുന്നത്. അച്ചുവിൻ്റെ ഇതുവരെ വന്നില്ല, ഇത് കോളേജ് അന്നൊന്നും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോ. ഓക്കെ, മാങ്ങയോ? എന്നാ മാങ്ങ ചെത്താം. ഇപ്പം ഞങ്ങൾ മാങ്ങയൊക്കെ ചെത്തി വെക്കട്ടെ. എല്ലാം ചെത്തി വെക്കാം, പൂണ് കഴിയുമ്പോഴത്തേക്ക് കഴിക്കാമല്ലോ.